നേട്ടം കുറേ പൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ നാടൻ പൂവുണ്ട്, കുറേ ചെമ്പരത്തി ഉണ്ട്, വെള്ളപ്പൂവ്, മന്ദാരം. ഞാൻ പൂവിടട്ടെ കേട്ടോ. കുറച്ചധികം നാടൻ പൂ കിട്ടിയിട്ടോ, നിറയെ കിട്ടി. ചെമ്പരത്തി തന്നെ കൂടുതലും കിട്ടി. കുറച്ച് റോസാപ്പൂവും ജമന്തി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നാടനാണ്. ഇന്നത്തെ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് മഴ മൂടുന്നു കേട്ടോ. ഇന്ന് മത്തം വെച്ചിട്ട് സ്പെഷ്യലും ഓരോഴിച്ച് കൂട്ടാനാണ് കേട്ടോ. സ്പെഷ്യലാണ്, സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. നല്ല കിളുന്ത് മത്തനാണ്, തോല് അത്ര ചെത്തണ്ട കേട്ടോ. തോല് ചെത്തണ്ട, പച്ചമത്തനാണ് ഇതിന് ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, ചത്തണ്ടാട്ടോ. അപ്പോൾ ഈ മോരൊഴിച്ച് കൂട്ടാൻ എങ്ങനെ വെക്കുമെന്ന് നോക്കട്ടോ. ഇവിടെ തീ കത്തുണ്ട്, അതാണ് പോകാൻ. വലിയ കഷ്ണമാക്കി നോക്കണം, പരമാവധി വലുതാക്കി. ഒരു സ്പെഷ്യൽ കറിയാണ്. നന്നായി കഴുകിയെടുക്കട്ടെ കേട്ടോ മത്തൻ. നമുക്ക് കറി വെക്കാം. ചെറിയൊരു കഷ്ണം മത്തം എടുത്തിട്ടുണ്ട് കേട്ടോ, തോലോട് കൂടിയിട്ടാണ്. എനിക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അടച്ച് വെക്കാം, വേഗട്ടെ കേട്ടോ. അപ്പോൾ ഈ തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, ഒരു 3 പച്ചമുളക്, 1/2 ടീസ്പൂണ് നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂണ് കടുക്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേട്ടോ. 1/4 ടീസ്പൂണ് കടുക്. എല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് മത്തം വെന്താ നോക്കാം. മത്തനൊക്കെ വെന്തു കേട്ടോ. ഇനി തീ കുറച്ച് വയ്ക്കുക. തീ കുറച്ച് വെച്ചു. ഇനി ഒരു ഗ്ലാസ് മോരൊഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല മിക്സിയിലിട്ട് അടിച്ചതാണ്. പുളിയുള്ള മോരാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ, ഇളക്കി കൊടുക്കണം. മോരൊഴിച്ചിട്ട് ചെറുതായിട്ട് തിളച്ചിട്ടാ, ഒട്ടും പിരിയില്ല കേട്ടോ. ചെറിയ തീയിലാക്കിയ. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടാണ് തിളക്കട്ടെ കേട്ടോ. അരപ്പ് വെച്ചിട്ട് തിളച്ചു കിട്ടാ. ഈ കറി ഇറക്കുക, താളിച്ചൊഴിക്കുക കേട്ടോ. ചീഞ്ചട്ടി നന്നായി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയും നെയ്യും കൂടിയാണ്.
കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവാട്ടാ. മൂന്ന് വറ്റൽമുളക്, കറിവേപ്പില. ഒരു സ്പെഷ്യൽ ഓരോ കൂട്ടാനാണ് കേട്ടോ. വയ്ക്കാത്തവർ വെച്ച് നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടോ മട്ടൻ കഷ്ണം സൂപ്പർ ടേസ്റ്റാണ്. ഒരു പപ്പടം ഉണ്ടെങ്കിൽ മാത്രം ചോറിന് അടിപൊളിയായിട്ട്. അവരൊക്കെ ഉപ്പേരി വയ്ക്കുകയാണ് കേട്ടോ. ആയി, ഞാൻ ഉണ്ണിക്ക് ചോറാക്കി കൊടുക്കട്ടെ. ഉണ്ണിക്ക് ചോറാക്കട്ടെ കേട്ടോ. പപ്പടത്തോരൻ കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സ്. കാണാത്തവരൊന്ന് കാണാട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ മുട്ട വറുത്തത് കേട്ടോ. അതെ, സൂപ്പറല്ലേ? പിന്നെ നമ്മുടെ മത്തൻ മോരോ ചൂടാട്ടോ. വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. ഓരോ കഷ്ണം മതി. സ്കൂളിൽ അയച്ചു വിട്ടെ. വിറക് വിട്ടാട്ടോ, നല്ല വെയിൽ. ഇന്നലെ 2 കെട്ട് വിറക് വാങ്ങിയത്. ഇതണ്ട കുറച്ച് അപ്പുറത്തുണ്ട് കേട്ടോ, ഉമ്മർത്ത് കുറച്ച് കൊണ്ട് കടത്തി വെച്ചതാണ്. ഓണമായിട്ട് 2 കെട്ട്. വിലയും കൂടിയിട്ടാണ്, 10 രൂപ അധികമായി. ആഴ്ചയ്ക്ക് വില കൂടുന്നു. ഇനി വിറക് വാങ്ങൽ നിർത്തണം, എല്ലാം ഗ്യാസിലാക്കണം. അല്ലാണ്ട് ഒരു കെട്ട് ഒരാഴ്ച എത്തുള്ളൂ ഞങ്ങൾക്ക്. ഒരു കെട്ട് ഇത്തിരി ഉള്ളൂ. ചോറ് മാത്രമേ വയ്ക്കുള്ളൂ. എന്താ ഗ്യാസ് ആകുമ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കുള്ളൂ. മുറിച്ചത് ഒരവിടെ കൊണ്ടത് വേറെ എവിടെയാണല്ലോ. മുറിച്ചത് വേറെ അവിടെ, ഒടിഞ്ഞത് വേറെ അവിടെ. ചോറ് മാത്രം വെച്ചിട്ടാണ്. കുക്കറിൽ വയ്ക്കുന്ന ചോറ് അത്ര ഇഷ്ടമില്ലാണ്ടാണ്. അതാണ് വേണ്ട, അടുപ്പിൽ ചട്ടി കുക്കറിൽ വെച്ചാൽ മതി. അല്ല, ഗ്യാസിൽ വെച്ചാൽ മതി. 2 മണിക്കൂറൊക്കെ ചോറ് വേണം. അതാണ് നാട്ടും പുറമാണെങ്കിൽ പെറുക്കിയിട്ടെങ്കിൽ കത്തിക്കും വിറക്. പെറുക്കി അവിടെയൊക്കെ വിറക് കിട്ടും കേട്ടോ, നാട്ടും പുറത്ത്. കയ്യിലെ അപ്പം അതൊക്കെ താരനോട് അത്ര ദേഷ്യം. ഒക്കെ പച്ചയാണ്. നാളത്തെയും കൂടി കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞു ഗൈസ്. ഓ, എൻ്റെ പരീക്ഷ തലവേദനയ്ക്ക് കൂട്ടാ. പരീക്ഷ തലവേദനയ്ക്കല്ല, രാത്രി പഠിച്ചിട്ട് ഉറക്കമിട്ടുണ്ട്. പഠിച്ചാൽ ഞാനാണ് ഉറക്കം പോയത്, അമ്മ തന്നെയാണ്. 2 പേരും കൂടി ഇരിക്കും കേട്ടോ. അവള് ഒറ്റയ്ക്കൊന്നല്ല പഠിക്കുന്നത്, അച്ഛനും ഇരിക്കും അമ്മയും ഇരിക്കും, ഒപ്പം ഇരിക്കും. ആരെങ്കിലും ചെയ്യും ഇങ്ങനെ? 2 പേരും ഒപ്പം ഇരിക്കും. അച്ഛനും ഉറക്കം ഒഴിക്കും, ഞാനും. എനിക്ക് നല്ല തലവേദന. ഞാൻ പറഞ്ഞു ഉറക്കം ഒഴിക്കാൻ. 2 പേരും കൂടെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. കൂടെ ഞാനും ഉണ്ടല്ലോ ഉറക്കം ഒഴിക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിക്കൊരു പനി. അതതിനും വലുത്. വലിയ പനിയായി. സാധാരണ ഇത്ര വലുത് വരില്ല. ഇത്രയും വിറക് വെട്ടിയിട്ടാ. എനിക്ക് വയ്യ, ഇനി നാളെ വെട്ടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.